ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജനുവരി 18 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്കാണ്. അപ്പോൾ അത് കിട്ടാൻ എൻ്റെ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് കാണുകയും അതിൻ്റെ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. UBI sanctions 150 agri drone loans for Garuda Kisan Drones under Agriculture Infrastructure Fund. അപ്പോൾ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ അണ്ടറിൽ UBI 150 അഗ്രി ഡ്രോൺ ലോൺസ് ആണ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത് ഗരുഡ കിസാൻ ഡ്രോൺസിൻ്റെ അണ്ടറിൽ, ഗരുഡ കിസാൻ ഡ്രോൺസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. ഡ്രോൺ സ്റ്റാർട്ടപ്പ് ഗരുഡ എയറോസ്പേസ് ഹാസ് അനൗൺസ്ഡ് ഇറ്റ്സ് പാർട്ട്ണർഷിപ്പ് വിത്ത് ദ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അണ്ടർ ദിസ് പാർട്ട്ണർഷിപ്പ് 150 ഗരുഡ കിസാൻ ഡ്രോൺസ് ഹാവ് റിസീവ്ഡ് സാങ്ഷൻസ് ഫോർ ഡ്രോൺ ലോൺസ് അണ്ടർ ദ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. The drone loan will help farmers to digitize land record operations for crop production and spraying of fertilizers, chemicals. അപ്പോൾ UBI സാങ്ഷൻ ചെയ്തിട്ടുള്ളത് 150 അഗ്രി ഡ്രോൺ ലോൺസ് ആണ് ഗരുഡ കിസാൻ ഡ്രോൺസിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ അണ്ടറിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് US എസ്റ്റാബ്ലിഷ് എ ന്യൂ ട്രേഡ് ഗ്രൂപ്പ് ടു ബോൾസ്റ്റർ സപ്ലൈ ചെയിൻസ്. അപ്പോൾ സപ്ലൈ ചെയിൻസ് ഒന്ന് ബോൾസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയും USഉം ന്യൂ ട്രേഡ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ വർക്കിംഗ് ഗ്രൂപ്പ് ടു ബിൽഡ് സസ്റ്റൈനബിൾ സപ്ലൈ ചെയിൻസ് ആൻഡ് ബൂസ്റ്റ് ബൈലാറ്ററൽ ട്രേഡ് ദ ഗവൺമെൻറ്റ്സ്. The working group will initially focus on trade facilitation, digitization of custom procedures, issues related to mobilization of sustainable finance and scaling up of innovative clean technologies. അപ്പോൾ ഇന്ത്യയും US എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ന്യൂ ട്രേഡ് ഗ്രൂപ്പ് സപ്ലൈ ചെയിൻസ് ബോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ് സെറ്റിംഗ് അപ്പ് ഓഫ് നാഷണൽ ലെവൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എക്സ്പോർട്ട് സൊസൈറ്റി അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ അണ്ടറിൽ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു നാഷണൽ ലെവൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എക്സ്പോർട്ട് സൊസൈറ്റി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. 1 മിനിറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ സെറ്റ്സ് ODI വേൾഡ് റെക്കോർഡ് വിത്ത് 317 റൺ വിൻ ഓവർ ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കയെ 317 റൺസിന് തോൽപ്പിച്ച് ODI വേൾഡ് റെക്കോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ, വൺ ഡേ ഇൻ്റർനാഷണൽ വേൾഡ് റെക്കോർഡ്. സോ 317 റൺസിൻ്റെ ജയമാണ് ഇന്ത്യക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഇന്ത്യ സെറ്റ് എ വേൾഡ് റെക്കോർഡ് ബൈ ഡിഫീറ്റിംഗ് ശ്രീലങ്ക ബൈ എ മാമോത്ത് 317 റൺസ് ഇൻ ദ തേർഡ് ആൻഡ് ഫൈനൽ ODI ഓഫ് ദ സീരീസ് ഇൻ തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിൽ വെച്ച് നടന്ന മത്സരത്തിലാണ്, തിരുവനന്തപുരത്താണ് മത്സരം നടന്നത്. അപ്പോൾ 317 റൺസ് വിന്നാണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യാസ് വിക്ടറി മാർജിൻ ഓഫ് 317 റൺസ് ഇസ് ലാർജസ്റ്റ് ഇൻ ODI ഹിസ്റ്ററി ഇൻ ടേംസ് ഓഫ് റൺസ്. അപ്പോൾ റൺസിൻ്റെ കാര്യത്തിൽ 317 റൺസിൻ്റെ വിക്ടറി എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് മാർജിൻ, ഏറ്റവും ലാർജസ്റ്റ് മാർജിനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സ്റ്റാർട്ടപ്പ് ഫേം IG ഡ്രോൺസ് ഡെവലപ്പ് ഇന്ത്യാസ് ഫസ്റ്റ് 5G എനേബിൾഡ് ഡ്രോൺ. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഫേമായ IG ഡ്രോൺസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയുടെ ഫസ്റ്റ് 5G എനേബിൾ ആയിട്ടുള്ള ഡ്രോണിനെ മാനുഫാക്ചർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. സ്റ്റാർട്ടപ്പ് ഫേം IG ഡ്രോൺസ് വിച്ച് വാസ് ബോൺ ഔട്ട് ഓഫ് വീർ സുന്ദർ സായ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ക്യാമ്പസ് in Odisha, Sambalpur has developed a 5G enabled drone that is capable of a vertical takeoff and landing. The drone named Skyhawk. അപ്പോൾ ഡ്രോണിൻ്റെ പേരാണ് സ്കൈഹോക്ക്. 5G enabled ഫസ്റ്റ് 5G enabled ഡ്രോണിൻ്റെ പേരാണ് സ്കൈഹോക്ക്. യൂസ്ഡ് ഇൻ ഡിഫൻസ് ആൻഡ് മെഡിക്കൽ ഓപ്പറേഷൻ, മെഡിക്കൽ ആപ്ലിക്കേഷൻസ് എമംഗ് അതർ സെക്ടേഴ്സ്. ദ ഡ്രോൺ ക്യാൻ ക്യാരി, അപ്പോൾ ഈ ഡ്രോണിന് 10 കിലോഗ്രാം പേലോഡാണ് ക്യാരി ചെയ്യാൻ സാധിക്കുക. സോ 5 മണിക്കൂർ എൻഡ്യൂറൻസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പഠോ പർദേശ് സ്കീം ഡിസ്കണ്ടിന്യൂഡ് ബൈ
മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. അപ്പോൾ പഠോ പർദേശ്, അതായത് ഫോറിനിൽ പോയി പഠിക്കേണ്ട എന്തോ കാര്യമാണ്, നമുക്കതൊന്ന് വായിക്കാം. ദ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ഹാസ് ഡിസ്കണ്ടിന്യൂഡ് ദ സ്കീം ഓഫ് ഇൻട്രസ്റ്റ് സബ്സിഡി ഓൺ എഡ്യൂക്കേഷൻ ലോൺസ് ഫോർ ഓവർസീസ് സ്റ്റഡീസ്. ഞാൻ പറഞ്ഞില്ലേ വിദേശത്ത് പോയി പഠിക്കേണ്ട കാര്യമാണെന്ന്. കാരണം പർദേശ് പഠോ പർദേശ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ overseas studies of students belonging to minority communities, Pado Pradesh. All banks were notified by the Indian Banks Associations last month about discontinuation of a Pado Pradesh interest subsidy scheme from 2022-23 പീരീഡ്. അപ്പോൾ ഈ മൈനോറിറ്റി അഫയേഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് സബ്സിഡി ഒക്കെ കൊടുത്തിരുന്നു. അതായത് വിദേശത്ത് പോയി പഠിക്കാൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലുള്ള കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ പഠോ പർദേശ് സ്കീമിൻ്റെ അണ്ടറിൽ ഒരുപാട് ഇൻട്രസ്റ്റ് സബ്സിഡി കൊടുത്തിരുന്നു. ആ സ്കീം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. അപ്പോൾ ദ സ്കീം സോഫാർ വാസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ കാനറ ബാങ്ക്. അപ്പോൾ ഇത് കാനറ ബാങ്ക് വഴിയായിരുന്നു ഇതുവരെയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ദ ഡെസിഗ്നേറ്റഡ് നോഡൽ ബാങ്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് റിച്ചസ്റ്റ് 1% ഓൺ മോർ ദാൻ 40% ഓഫ് ടോട്ടൽ വെൽത്ത്, ഓക്സ്ഫാം. അപ്പോൾ ഓക്സ്ഫാമിൻ്റെ ഒരു സ്റ്റഡി ഷോ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിലത്തെ 1% ഓഫ് റിച്ചസ്റ്റ് പീപ്പിൾ, അവരുടെ കയ്യിൽ 40% ഓഫ് ടോട്ടൽ വെൽത്ത്, അതായത് ടോട്ടൽ ഇപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരിൽ ഒരാളാണ് റിച്ച് എങ്കിൽ ആ ഒരാളുടെ അടുത്ത് 100 രൂപയാണ് ടോട്ടൽ ഉള്ളതെങ്കിൽ 40 രൂപ ആ ഒരാളുടെ അടുത്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1% ഓഫ് റിച്ചസ്റ്റ് India's richest 1% on more than 40% of total wealth. മോർ ദാൻ എന്നാണ്. അപ്പോൾ 40 ചുരുങ്ങിയതുണ്ട് എന്നാണ്. അതിലും കൂടുതലാവാം, പക്ഷേ അതിലും കമ്മിയല്ല. അപ്പോൾ അതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റ് വിൽ ഗ്രോ ബൈ ജസ്റ്റ് 1% ഇൻ 2023, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പോൾ ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റ് 1% കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് 2023. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കാഴ്ചപ്പാടാണിത്. അപ്പോൾ ദ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് വേൾഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് ട്രെൻഡ്സ് 2023 റിപ്പോർട്ട് പ്രൊജക്ട്സ് ദ ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ടു ബി ഓൺലി 1% ഇൻ 2023. അപ്പോൾ 2023 1% മാത്രമേ കൂടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെസ് ദാൻ ഹാഫ് ദ ലെവൽ ഇൻ 2022. അപ്പോൾ 2022 കൂടിയതിൻ്റെ ഹാഫ് ആയിരിക്കും കൂടുക. അപ്പോൾ 2022 2% ആണ് കൂടിയത്, ഇപ്രാവശ്യം 1% ഉണ്ടായിരിക്കുള്ളൂ. ദിസ് വുഡ് ലീഡ് ടു അഡീഷൻ ഓഫ് അറൗണ്ട് 3 മില്യൺ ജോബ്സ് ടു 208 മില്യൺ. അപ്പോൾ 3 മില്യൺ ജോബ്സ് കൂട്ടിയിട്ട് 208 മില്യനായി മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ജോബ്സ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് ലേറ്റസ്റ്റ് ജോബ് ഫോർകാസ്റ്റ് ഇസ് ലോവർ ദാൻ പ്രീവിയസ് എസ്റ്റിമേറ്റ് ഓഫ് 1.5% ഗ്രോത്ത് ഫോർ 2023. അപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലാണ് ഗിൽബർട്ട് ഹോങ്ബോ. അപ്പോൾ ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റ് കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രോ ചെയ്യും, 1% ഗ്രോ ചെയ്യും 2023. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI പ്രയർ അപ്രൂവൽ നൗ എ മസ്റ്റ് ഫോർ പിക്കിംഗ് അപ്പ് ഓവർ 5% സ്റ്റേക്ക് ഇൻ ബാങ്ക്സ്. അപ്പോൾ RBIയുടെ പ്രയർ അപ്രൂവൽ, മുൻകൂട്ടിയുള്ള അപ്രൂവൽ ആവശ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% സ്റ്റേക്ക്, ഒരു ബാങ്കിൽ 5% ഷെയർ ഹോൾഡിംഗ് വേണമെങ്കിൽ RBIയുടെ പ്രയർ അപ്രൂവൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ മൺഡേ സെഡ് എനി പേഴ്സൺ ലുക്കിംഗ് ടു അക്വയർ മോർ ദാൻ 5% സ്റ്റേക്ക് ഇൻ എ ബാങ്ക് വിൽ നീഡ് പ്രയർ അപ്രൂവൽ ഫ്രം ദ റെഗുലേറ്റർ. അതായത് ഒരു ബാങ്കിൽ ഇപ്പോൾ SBIയുടെ ഷെയർ ഇപ്പോൾ കുറേ നമുക്ക് മേടിക്കാൻ സാധിക്കും. നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അതിൽ 5% ഷെയർ വരെ നമുക്ക് മേടിക്കാം. അതിലും കൂടുതൽ 6% അല്ലെങ്കിൽ 5.1% ഷെയർ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേടിക്കാനുള്ള നമുക്കതിന് പറ്റുമെങ്കിലും നമുക്ക് മേടിക്കാൻ RBIയുടെ റെഗുലേറ്ററുടെ അപ്രൂവൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വേണം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഡിഫൈൻഡ് മേജർ ഷെയർ ഹോൾഡിംഗ് ആസ് അഗ്രിഗേറ്റ് ഹോൾഡിംഗ് ഓഫ് 5% ഓർ മോർ ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓർ വോട്ടിംഗ് റൈറ്റ്സ് ഇൻ എ ബാങ്കിങ് കമ്പനി ബൈ എ പേഴ്സൺ. അപ്പോൾ ഒരാൾക്ക് ഇതാണ് ലിമിറ്റ്, അതായത് 5%-ൽ കൂടുതൽ, 5%-മോ അതിൽ കൂടുതലോ വേണമെങ്കിൽ ഷെയർ മേടിക്കണമെങ്കിൽ, സ്റ്റേക്ക് മേടിക്കണമെങ്കിൽ അതിന് RBIയുടെ പ്രയർ അപ്രൂവൽ, മുൻകൂട്ടിയുള്ള അപ്രൂവൽ വേണം. എന്നാൽ മാത്രമേ അത് മേടിക്കാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Paytm ബാങ്ക് ഗെറ്റ്സ് RBI നോട്ട് ടു ഓപ്പറേറ്റ് ആസ് എ ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്.
അപ്പോൾ പേടിഎം ബാങ്കിന് RBIയുടെ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവലാണ് കിട്ടിയിരിക്കുന്നത് പേടിഎം ബാങ്കിന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ടു സബ്മിറ്റ് ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് സേസ് NFRA. NFRA എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. അപ്പോൾ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി പറഞ്ഞിരിക്കുകയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഹാസ് ഇഷ്യൂഡ് എ ഡ്രാഫ്റ്റ് ഫോർമാറ്റ് ഓഫ് ദ ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് ടു ബി സബ്മിറ്റഡ് ബൈ ഓഡിറ്റേഴ്സ് ആൻഡ് ഓഡിറ്റ് ഫേംസ് എവറി ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഇത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സും അതേപോലെ ഓഡിറ്റ് ഫേംസും ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആനുവൽ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് ATR സബ്മിറ്റ് ചെയ്യണം. ദ ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് ഫയലിംഗ് വിൽ സ്റ്റാർട്ട് with the statutory auditors of the top 1000 listed companies by market capitalization on 31st March. അപ്പോൾ ഇതിൻ്റെ ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് നിന്നുമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 1000 ലിസ്റ്റഡ് കമ്പനീസിലത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിനെ നിന്നുമായിരിക്കും ഫസ്റ്റ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Siemens sign 26 crore rupees locomotive ഓർഡർ വിത്ത് ഇന്ത്യൻ റെയിൽവേസ്. അപ്പോൾ ഈ ഒരു ന്യൂസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2-3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോക്കോമോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ സീമെൻസ് എന്ന് പറയുന്ന കമ്പനി 26,000 കോടി രൂപയുടെ ലോക്കോമോട്ടീവ് ഓർഡറാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേസ് ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ക്യാപിറ്റൽ ഗുഡ്സ് മേജർ സീമെൻസ് said it has signed a 26,000 crore rupees contract to manufacture 1,200 electric freight locomotives for Indian Railways. അപ്പോൾ 1200 ഇലക്ട്രിക് ഫ്രൈറ്റ് ലോക്കോമോട്ടീവ്സ് എൻജിൻസ് മാനുഫാക്ചർ ചെയ്യാനുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ദ ബിഗ്ഗസ്റ്റ് ഡീൽ ഇൻ ഹിസ്റ്ററി. അപ്പോൾ ഇതൊരു ബിഗ്ഗസ്റ്റ് ഡീലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡെലിവറീസ് ആർ പ്ലാൻഡ് ഓവർ 11-year പീരീഡ് ആൻഡ് ദ കോൺട്രാക്ട് ഇൻക്ലൂഡ്സ് 35 years ഓഫ് എ ഫുൾ സർവീസ് മെയിൻ്റനൻസ്. അപ്പോൾ 11 വർഷത്തിനുള്ളിൽ ഈ ഒരു 1200 ഇലക്ട്രിക് ഫ്ലൈറ്റ്സ് ഇവർ സപ്ലൈ ചെയ്യും, മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും സീമെൻസ് ഇന്ത്യൻ റെയിൽവേസിന്. അതേപോലെ ഇതിന് 35 വർഷത്തെ ഫുൾ സർവീസ് മെയിൻ്റനൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ലോക്കോമോട്ടീവ്സ് വിൽ ബി അസംബിൾഡ് ഇൻ ദ ഇന്ത്യൻ റെയിൽവേസ് ഫാക്ടറി ഇൻ ദാഹോദ്, ഗുജറാത്ത്. അപ്പോൾ ഈ ലോക്കോമോട്ടീവ്സ് അസംബിൾ ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേസ് ഫാക്ടറി ദാഹോദ്, ഗുജറാത്തിലെ ഇന്ത്യൻ റെയിൽവേസ് ഫാക്ടറിയിൽ വെച്ചിട്ടായിരിക്കും ഇത് അസംബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ സയൻറ്റിസ്റ്റ് led a team first to find evidence of a solitary waves in Mars magnetosphere. അപ്പോൾ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ലെഡ് ടീം ഫസ്റ്റ് ടൈം ഇത് എവിഡൻസ് ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. സോളിറ്ററി വേവ്സിൻ്റെ എവിഡൻസ് മാർസിലെ മാഗ്നറ്റോസ്ഫിയറിൽ ഫൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വായിക്കാം. ദ നവി മുംബൈ ബേസ്ഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം ആൻഡ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് റിപ്പോർട്ടഡ് ദ സോളിറ്ററി വേവ്സ് ഇൻ ദ മാർഷ്യൻ magnetosphere with the help of high resolution electric field data recorded by the NASA spacecraft. അപ്പോൾ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ലെഡ് ടീമാണ് ഇത് ഫസ്റ്റ് എവിഡൻസ് ഓഫ് സോളിറ്ററി വേവ്സ് ഫൈൻഡ് ചെയ്തിരിക്കുന്നത് മാർസിലെ മാഗ്നറ്റോസ്ഫിയറിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NTPC REL signs MOU with the Government of Tripura for collaboration in renewable energy development. അപ്പോൾ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റിലെ കൊളാബറേഷന് വേണ്ടിയിട്ട് NTPC REL അപ്പോൾ NTPC റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ് ഓഫ് ത്രിപുരയായിട്ട് റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റിൻ്റെ കൊളാബറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ICG ഷിപ്പ് കമലാദേവി ലാസ്റ്റ് വെസൽ ഓഫ് FPV സീരീസ് കമ്മീഷൻഡ്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പായ കമലാദേവി ദ ഫാസ്റ്റ് പട്രോൾ വെസൽ ഡിസൈൻഡ് ബിൽറ്റ് ആൻഡ് ഡെലിവേർഡ് ബൈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ടു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വാസ് കമ്മീഷൻ. അപ്പോൾ അത് കമ്മീഷൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പായ കമലാദേവി എന്ന് പറയുന്ന ഷിപ്പാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. സോ ലാസ്റ്റ് വെസൽ ഓഫ് FPV സീരീസിലെ ലാസ്റ്റ് വെസലാണിത്. അതായത് ഫാസ്റ്റ് പാട്രോൾ വെസൽ സീരീസിലെ ലാസ്റ്റ് വെസലാണിത്.
അത് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 21st എഡിഷൻ ഓഫ് എ നേവൽ എക്സസൈസ് വരുണ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ബിഗിൻസ്. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു നേവൽ എക്സസൈസ് ആയ വരുണ എന്ന് പറയുന്ന എക്സസൈസ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടന്നിരിക്കുകയാണ്. അതിൻ്റെ 21st എഡിഷൻ നടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഈസസ് ടു 22-month low of 4.95% in December 2022. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ഹോൾസെയിൽ പ്രൈസ് ബേസ്ഡ് ഇൻഫ്ലേഷൻ ഫോർ December 2022 ഈസ്റ്റ് ടു 22-month low of 4.95%. അപ്പം 4.95% ആയി ചുരുങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഡാറ്റ റിലീസ്ഡ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഈസ്റ്റ് മെയിൻലി ഡ്യൂ ടു ഫാൾ ഇൻ പ്രൈസസ് ഓഫ് ഫുഡ് ആർട്ടിക്കിൾസ്, എസ്പെഷ്യലി വെജിറ്റബിൾസ് ആൻഡ് ഓയിൽ സീഡ്സ്. അപ്പോൾ വെജിറ്റബിൾസും ഓയിൽ സീഡ്സിൻ്റെയൊക്കെ വില കുറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ വാസ് 5.85%. അപ്പോൾ അത് 5.85% ആയിരുന്നു നവംബർ 2022. അത് കമ്മിയായിട്ട് 4.95% ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.